കൂട്ടുകാരെ, എൻ്റെ പേര് ജിയന്ന അൻപിനോ. ഞാനൊരു കഥ പറയാം. സുന്ദരി പശുക്കും മാൻകുട്ടിയും. പണ്ടു കൊണ്ടൊരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. എന്നും രാവിലെ അപ്പു സുന്ദരിയെയും കൂട്ടി പുല്ല് മേയ്ക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ല് മേനയിടെ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യവും കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. അതിലൊരു ദിവസം കണ്ടപ്പോൾ മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുമോ? എന്ത് ഭംഗിയാന്നറിയാ കാണിക്കണേ. പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും ഉണ്ട്. നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരാം. പലതവണ വിളിച്ചുകൊണ്ട് പോയപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം പോയി. സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, എന്ത് ഭംഗിയാ കാണിക്കണേ. എത്ര എത്ര പഴങ്ങളാ, എത്ര എത്ര പൂക്കളാ, ഭംഗിയുള്ള പുല്ലുകൾ. സുന്ദരി അന്നേരം അവിടെ കളിച്ചും രസിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. കോർ കോർ. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, അതെന്താണ് ശബ്ദം? മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നുണ്ടല്ലോ. കൂട്ടത്തിൽ മാൻകുട്ടി ഓടാൻ തുടങ്ങി. ഓട്ടത്തിൻ്റെ ഇടയിൽ മാൻകുട്ടി പറഞ്ഞത്, സുന്ദരി സുന്ദരി, നീയും ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരിയും ഓടാൻ തുടങ്ങി. സുന്ദരി പറഞ്ഞു, മാൻകുട്ടി മാൻകുട്ടി, നീ കാടിൻ്റെ ഭംഗിയെക്കുറിച്ചല്ലോ പറഞ്ഞോളൂ, കാടിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അതെന്തേ? എനിക്കിപ്പോൾ മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. സുന്ദരി അതും പറഞ്ഞ് വീട്ടിലേക്ക് ഓടാൻ തുടങ്ങുന്നു. പാവം അപ്പു സുന്ദരിയും കാത്ത് വീട്ടുപടിക്കൽ കരഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. സുന്ദരി കയറി വന്നപ്പോൾ അപ്പുവിന് സന്തോഷമായി. പിന്നെ ഒരിക്കലും സുന്ദരി കാട്ടിലേക്കേ പോയേയില്ല. കൂട്ടുകാരെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പരിചയമില്ലാത്ത കൂട്ടുകാരെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം.